ഹായ്, അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാനുള്ളത് എൻ്റെ പ്രിയങ്കരനായ നേതാവ്, നമ്മുടെ സ്വതന്ത്ര തൊഴിലാളികളുടെ എസ്.ടി.യുവിൻ്റെ സംസ്ഥാന സെക്രട്ടറി, നിർമ്മാണ തൊഴിലാളി യൂണിയൻ്റെ എസ്.ടി.യുവിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായ പ്രിയങ്കരനായ സി അബ്ദുൽ നാസർ സാഹിബുമായാണ് ഇന്നിവിടെ ഞാൻ എത്തിയിട്ടുള്ളത്. ഞങ്ങൾക്ക് ഏറെ സന്തോഷം നിറഞ്ഞ ഒരു സുദിനത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. വളരെ അത്യാഹ്ലാദപൂർവ്വം ഒരു സംസ്ഥാന സമ്മേളനമൊക്കെ കഴിഞ്ഞ 31-1-2 തീയതികളിൽ കോഴിക്കോട് വെച്ച് നടക്കുകയുണ്ടായി. അതിൻ്റെ ആ ഒരു അവലോകനവും അതോടൊപ്പം തന്നെ സംഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇന്ന് ഒരു വിശദമായ ചർച്ചയിലേക്കാണ് ഇന്ന് പ്രിയപ്പെട്ട നാസർ സാഹിബിനെ ഞാൻ ക്ഷണിക്കുന്നത്. ചരിത്രത്തിൽ തുല്യതയില്ലാത്ത മുസ്ലിം ലീഗിൻ്റെ പോഷകഘടകം എന്നുള്ള നിലക്ക് ഇക്കഴിഞ്ഞ കാലയളവിൽ നടന്നതിനേക്കാൾ അപ്പുറം ഏറ്റവും ആപ്റ്റായ ഒരു സമയത്ത് ഈ സമ്മേളനം നടന്നത് പാർട്ടിക്കും അതുപോലെ തന്നെ ഞങ്ങളെപ്പോലുള്ള ആളുകൾക്കും സംഘടനക്കും ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട് നമ്മളെ ചർച്ചയിലേക്ക് നീങ്ങാം. അതിലൊക്കെ നമ്മളെ സംസ്ഥാന സമ്മേളനമൊക്കെ നടന്നു. അപ്പോൾ സമ്മേളനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംഘടനക്ക് സ്വന്തം തൊഴിലാളി എസ്.ടി.യുടെ എത്രത്തോളം അത് മൈലേജ് നൽകി, അതോടൊപ്പം തന്നെ മാതൃസംഘടനയായ മുസ്ലിം ലീഗിന് എത്രത്തോളം അത് ഗുണം ചെയ്തു എന്നതിനെ കുറിച്ച് അതിലൊക്കെ ഒന്ന് സംസാരിക്കാം. സൗണ്ട് പറഞ്ഞോളൂ. കേരളത്തിൽ 1957 മെയ് 5-ാം തീയതിയാണ് സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ രൂപം കൊള്ളുന്നത്. അതിനുശേഷം സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ പല ഘട്ടങ്ങളിലായി അതിൻ്റെ സംഘടനാ പ്രവർത്തനം ശക്തിപ്പെടുത്തി കേരളത്തിൻ്റെ എല്ലാ മേഖലയിലും സ്വതന്ത്ര തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ സാന്നിധ്യവും പങ്കാളിത്തവും ഉറപ്പുവരുത്തിയിട്ടാണ് ഇതുവരെ പ്രവർത്തിച്ചു പോകുന്നത്. നേരത്തെ 8 ഫെഡറേഷൻ്റെ ഒരു കേന്ദ്രീകൃത സംഘടന എന്നുള്ള നിലക്കാണ് കേരളത്തിൽ തുടക്കത്തിൽ സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ പ്രവർത്തിച്ചത്. എന്നാൽ 2013 നിലയിൽ വന്ന സ്വതന്ത്ര തൊഴിലാളിയുടെ സംസ്ഥാന കമ്മിറ്റിയാണ് കേരളത്തിലെ 8 ഫെഡറേഷൻ എന്നത് ഈ തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ കാറ്റഗറി വിഭാഗങ്ങളുടെയും യൂണിയനുകളും അതുപോലെ ഫെഡറേഷനുകളും രൂപീകരിക്കണം എന്നുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് 36ഓളം വരുന്ന ഫെഡറേഷനുകളും അതുപോലെ തന്നെ 8ഓളം വരുന്ന യൂണിയനുകളും പ്രവർത്തിക്കുന്ന ഒരു വലിയ തൊഴിലാളി പ്രസ്ഥാനമായിട്ട് കേരളത്തിൽ സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ മാറുന്നത്. അതിന് നേതൃത്വപരമായി പങ്കുവച്ചത് സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട 2013 തെരഞ്ഞെടുക്കപ്പെട്ട റഹ്മത്തുള്ള സാഹിബിൻ്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന കമ്മിറ്റിയാണ്. അതിനു മുമ്പ് കേരളത്തിൽ സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ്റെ കീഴിൽ 58,000 തൊഴിലാളികൾ മാത്രമുള്ള ഒരു പ്രസ്ഥാനമായിട്ടാണ് നിലനിന്നിരുന്നത് 2013 വരെ. അതിനുശേഷം സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ ഈ ഫെഡറേഷനുകളുടെ വലിയൊരു കൂട്ടായ്മയായി രൂപം പ്രാപിക്കുകയും എല്ലാ മേഖലയിലേക്കും അതിൻ്റെ പ്രവർത്തനം വ്യാപിക്കുകയും കേരളത്തിൽ ഒരു നിഷേധിക്കാനാവാത്ത ഒരു തൊഴിലാളി പ്രസ്ഥാനമായി സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ മാറുകയും ചെയ്തപ്പോൾ അതിൻ്റെ അംഗസംഖ്യ 2.5 ലക്ഷത്തോളമായി വളർന്നു. അതിനുശേഷം നമ്മൾ തൊഴിലാളി മേഖല അനുഭവിക്കുന്ന ഒട്ടേറെ വിഷയങ്ങൾ സംബന്ധിച്ച് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള സമരപരിപാടികളും പ്രക്ഷോഭങ്ങളും ഏറ്റെടുക്കുകയും UDF ഗവൺമെൻറ് ഭരിച്ചാലും LDF ഗവൺമെൻറ് ഭരിച്ചാലും ഏത് ഗവൺമെൻറ്റാണോ ഭരിക്കുന്നത് ആ ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ മുഖം നോക്കാതെ സമരം ചെയ്തിട്ടുള്ള തൊഴിലാളികൾക്ക് വേണ്ടി സമരം ചെയ്തിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് സ്വതന്ത്ര തൊഴിലാളി പ്രസ്ഥാനം. അത് നമുക്ക് വലിയൊരു ഗുണമുണ്ടായത് തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് സമരങ്ങളോ പ്രക്ഷോഭങ്ങളോ നടത്തുന്നതിൽ
സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ ഒരു തരത്തിലുള്ള തടസ്സങ്ങളും നിയന്ത്രണങ്ങളും മുസ്ലിം ലീഗ് പ്രസ്ഥാനം കൊണ്ടുവന്നിട്ടില്ല അതാണ് പ്ലസ് പോയിന്റ് ആയിട്ടുള്ളത്. എൻ്റെ പ്രശ്നം. അന്ന് 2001 എനിക്ക് നല്ല ബോധ്യമുണ്ട്. അന്ന് ചുമട്ട് തൊഴിലാളി മേഖലയിൽ ഉണ്ടായിരുന്നൊരു നിയമ ഭേദഗതി UDF ഗവൺമെൻറ് ഭരിക്കുന്നവർ, അതിനെതിരെ സ്വതന്ത്ര തൊഴിലാളി യൂണിയനും സംയുക്തമായി ഈ കേരളത്തിൽ വലിയ പ്രക്ഷോഭം നടത്തുകയുണ്ടായി. സത്യം പറഞ്ഞാൽ മുസ്ലിം ലീഗ് എന്ന ഭരണത്തിലാണ്. പക്ഷെ ആ സമരത്തിനെതിരെ മുസ്ലിം ലീഗ് ഭരണത്തിലുണ്ടാകുമ്പോൾ പോലും ആ സമരത്തിനെതിരെ അത് നടത്തണ്ടെന്നോ നിങ്ങളിപ്പോൾ സമരം നടത്തുന്നത് ശരിയല്ല എന്നൊന്നും അന്നത്തെ പാർട്ടി നേതൃത്വം അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള നേതാക്കൾ പറഞ്ഞിട്ടില്ല. അതിൽ ഏറ്റവും വലിയ സമരത്തിൻ്റെ മുൻപന്തിയിൽ ഉണ്ടായിരുന്നു സ്വതന്ത്ര തൊഴിലാളി. അപ്പോൾ എക്കാലത്തും സ്വതന്ത്ര തൊഴിലാളി യൂണിയനുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഭരണോ അല്ലെങ്കിൽ മറ്റുള്ള തരത്തിലുള്ള വിഷയങ്ങളൊന്നും സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ തൊഴിലാളികളുടെ വിഷയങ്ങളിൽ ഇടപെടുന്നതിൽ തടസ്സമൊന്നുമില്ല. സ്വതന്ത്ര തൊഴിലാളി യൂണിയനെ മറ്റ് തൊഴിലാളി സംഘടനയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്താ വെച്ചാൽ, ഈ പണ്ട് മുതലേ ഈ ഇടതുപക്ഷ തൊഴിലാളി സംഘടനകളാണെങ്കിലും മറ്റ് തൊഴിലാളി സംഘടനകളാണെങ്കിലും ഈ തൊഴിലാളി മുതലാളി എന്നാൽ തൊഴിലാളികളുടെ ശത്രുവായിട്ടാണ് മുതലാളിനെ കണ്ടിരുന്നത്. അപ്പോൾ സ്വതന്ത്ര തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം തൊഴിലാളിയും മുതലാളിയും ഒരു നാണയത്തിൻ്റെ രണ്ട് വശമാണ്. അത് രണ്ടും ഒന്നിച്ചു പോയില്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ വ്യവസായ സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ തൊഴിൽ വളർച്ച ഉണ്ടാക്കുന്നതിന് സാധിക്കില്ല. കാരണം തൊഴിലുണ്ടാകണമെങ്കിൽ മുതലാളിമാർ വിചാരിക്കണം, തീർച്ചയായിട്ടും അത് എടുക്കണമെങ്കിൽ തൊഴിലാളി ആവശ്യം. അപ്പോൾ ഇവിടെ രണ്ടുപേരുടെയും ഒരു സൗഹൃദപരമായ മുന്നേറ്റത്തിന് മാത്രമേ കേരളത്തിലെ തൊഴിൽ സംസ്കാരം വളർത്തിയെടുക്കാനും തൊഴിൽ മേഖലയ്ക്ക് ശക്തി പകരാനും കഴിയൂ എന്നുള്ള ഒരാശയമാണ് 1957 മുതൽ രൂപീകരണം മുതൽ സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ്റെ നയവും നിലപാടും. ആ നിലപാടിന്ന് പുറകോട്ട് പോകേണ്ടാത്ത അല്ലെങ്കിൽ അതിനൊരു സാഹചര്യം ഉണ്ടായിട്ടില്ലാത്ത ഏക തൊഴിലാളി പ്രസ്ഥാനവും STU ആണ്. കാരണം മറ്റെല്ലാ തൊഴിലാളി സംഘടനകളും മുതലാളിമാരെ ശത്രുവായി കണ്ട് അവരെ നിരന്തരമായി സമരങ്ങളും അവർക്ക് തടസ്സങ്ങൾ ഉണ്ടാക്കി വ്യവസായ ശാലകൾ ഒരുപാട് കൂട്ടിപ്പോയിട്ടുണ്ട്. പക്ഷെ സ്വതന്ത്ര തൊഴിലാളിയെ സംബന്ധിച്ചുള്ള അങ്ങനെ ഒരു നിലപാട് ഈ കാലഘട്ടത്തിലായിട്ടും ഉണ്ടായിട്ടില്ല, എടുക്കേണ്ടി വന്നിട്ടില്ല. കാരണം സ്വതന്ത്ര തൊഴിലാളിയുടെ ഒരു ദീർഘവീക്ഷണത്തോടെയുള്ള ഒരു കാഴ്ചപ്പാടിലാണ് അന്ന് മുതലേ പ്രവർത്തിച്ചു വരുന്നത്. ഇന്നും ആ ഒരു നയം പരിപാടിയായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. കാരണം തൊഴിലുടമ ഇല്ലെങ്കിൽ തൊഴിലാളി എവിടെ നിന്ന് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് തൊഴിലുടമ ഉണ്ടെങ്കിലേ തൊഴിലാളിയുള്ളൂ. തൊഴിലാളി ആവശ്യം വരുന്നത് തൊഴിലുടമ ഉണ്ടെങ്കിലും തൊഴിലാളിക്ക് ഒറ്റക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്രസക്തി കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തൊഴിലാളികളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിൽ മുഖം നോക്കാതെ പ്രവർത്തിക്കാനും സമരം ചെയ്യാനും സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ ഒരിക്കലും ഒന്നും തടസ്സമായിട്ടില്ല. അതിനാരും തടസ്സം നിന്നിട്ടുമില്ല, പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് പാർട്ടി. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് കേരളത്തിൽ സ്വതന്ത്ര തൊഴിലാളി പ്രസ്ഥാനം ഈ കാലയളവ് വരെ പ്രവർത്തിച്ചു പോന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പല ഘട്ടങ്ങളുണ്ട്. നമ്മളെ 8 ഫെഡറേഷൻ എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ് ഇത്രയും വലിയ ഒരു വിവിധ കാറ്റഗറി ഫെഡറേഷൻ രൂപീകരിച്ച് അതിൻ്റെ ഭാഗമായിട്ട് ശക്തമായ പ്രവർത്തനങ്ങൾ നടത്തി അതിൻ്റെ അവസാനം എന്നുള്ള നിലക്കാണ് ഇപ്പോൾ ദീർഘകാലമായി. ഇതിനു മുമ്പും സംസ്ഥാന സമ്മേളനം നടന്നിട്ടുണ്ട്. 45 വർഷം മുമ്പ് കോഴിക്കോട് അവസാനമായിട്ട് സമ്മേളനം നടന്നപ്പോഴാണ്. അതിനു മുമ്പ് ഇപ്പം എൻ്റെ ഓർമ്മ ശരി, ഞാൻ സ്വതന്ത്ര തൊഴിലാളിയുടെ പ്രവർത്തനത്തിന് ശേഷം 2007 എൻ്റെ ഓർമ്മ, പാലക്കാട് വെച്ചൊരു സംസ്ഥാന സമ്മേളനം നടന്നിട്ടുണ്ട്. അന്ന് ചെർക്കളം അബ്ദുള്ള സാഹിബാണ് അതിൻ്റെ പ്രസിഡന്റ്, സംസ്ഥാന പ്രസിഡന്റ്. ആ സമ്മേളനത്തിന് ശേഷം 2008 അന്ന് നിലവിലുണ്ടായിരുന്ന 8 ഫെഡറേഷനുകളുടെ സംസ്ഥാന സമ്മേളനം വിവിധ മേഖലകളിലായിട്ട് നടന്നിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ 3 സംസ്ഥാന സമ്മേളനം, 3 ഫെഡറേഷൻ്റെ സംസ്ഥാന സമ്മേളനം നടന്നിട്ടുണ്ട്. ഒന്ന് നിർമ്മാണ തൊഴിലാളി ഫെഡറേഷൻ്റെത് പെരിന്തൽമണ്ണയിലായിരുന്നു. അതിന് നേതൃത്വം നൽകാൻ സാധിച്ചു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടമാണ്. അന്ന് ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത പ്രകടനവും ഒക്കെ ഉണ്ടായി. അന്ന് ടി മുഹമ്മദ് ബഷീർ സാഹിബിൽ പങ്കെടുത്ത ചെർക്കള അബ്ദുള്ള സാഹിബ് എന്ന് ഉദ്ഘാടനം ചെയ്ത് പെരിന്തൽമണ്ണ കോടതിപ്പടിയിൽ വെച്ചാണ് അതിൻ്റെ പൊതുസമ്മേളനമൊക്കെ നടന്നത്. അതേപോലെ തന്നെ മഞ്ചേരി വെച്ച് ചുമട്ട് തൊഴിലാളി ഫെഡറേഷൻ്റെ സംസ്ഥാന സമ്മേളനം
അതിഗംഭീരമായിട്ട് വലിയ പ്രകടനത്തോടുകൂടി നടന്നു. പിന്നെ മോട്ടോർ തൊഴിലാളി ഫെഡറേഷൻ്റെ സംസ്ഥാന സമ്മേളനം കൊണ്ടോട്ടിയിൽ വെച്ചാണ് നടന്നതെന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ 3 സമ്മേളനം മലപ്പുറത്ത് വെച്ചാണ് നടന്നത്. പിന്നെ കർഷക തൊഴിലാളി ഫെഡറേഷൻ്റെത് കോഴിക്കോട്, തോട്ടം തൊഴിലാളി ഫെഡറേഷൻ വയനാട്, അങ്ങനെ വിവിധ കാറ്റഗറി ഫെഡറേഷനുകളുടെ സംസ്ഥാന സമ്മേളനങ്ങൾ നടക്കുന്നുണ്ട്. അതിനുശേഷം എൻ്റെ ഓർമ്മയിലുള്ള ഒരു സംസ്ഥാന സമ്മേളനം എന്ന് പറയുന്നത് ഇപ്പോൾ നടന്ന ഈ ജനുവരി 31, 1, 2 തീയതികൾ നടന്നിട്ടുള്ള കോഴിക്കോട് വെച്ചാണ് സംസ്ഥാന സമ്മേളനം. അതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ 2013 റഹ്മത്തുള്ളാഹി സാഹിബിൻ്റെ നേതൃത്വത്തിൽ നടന്ന സംസ്ഥാന കമ്മിറ്റിയുടെ തുടർ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ്. അന്ന് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ 8 ഫെഡറേഷൻ എന്നുള്ളത് വിപുലമായ ഫെഡറേഷനുകളുടെ കൂട്ടായ്മയായി മാറുകയും അതിന് നിരന്തരം എല്ലാ വർഷവും ഈ പറഞ്ഞതുപോലെ സംസ്ഥാനതല ക്യാമ്പ് സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ സംഘടിപ്പിക്കുന്നു. സംസ്ഥാന പ്രവർത്തക സമിതി അംഗങ്ങൾ പങ്കെടുക്കുന്ന ട്രേഡ് യൂണിയൻ സ്കൂൾ എല്ലാ വർഷവും ഓരോ ജില്ലകളിലായി സംഘടിപ്പിച്ചിട്ടുണ്ട്. അത് ഈ പറഞ്ഞ സംഘടന വ്യവസ്ഥാപിതമാക്കി ഇന്ന് രാജ്യത്ത് നടക്കുന്ന തൊഴിലാളി മേഖലയിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ അത് നമ്മുടെ പ്രധാന പ്രവർത്തകരായി പലപ്പോഴും മനസ്സിലാക്കുന്നതിന് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതിന് ഒരു ട്രേഡ് യൂണിയൻ പ്രവർത്തനം എങ്ങനെയാകണം എന്നുള്ളതിനെ സംബന്ധിച്ച് വിശദമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആ ക്യാമ്പുകൾ സംഘടിപ്പിച്ചത്. ആ ക്യാമ്പുകളിലാണ് നമ്മൾ ഈ ഓരോ വർഷവും നടക്കുന്ന പ്രവർത്തനങ്ങൾക്കൊരു ഏകദേശ പ്രവർത്തന രൂപരേഖയുണ്ടാക്കി അതിലൂടെ നമ്മൾ ഈ സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ സംസ്ഥാന തലത്തിൽ കാറ്റഗറി ഫെഡറേഷനുകളുടെ നേതൃത്വത്തിൽ അതുപോലെ STU സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിരവധി പ്രക്ഷോഭങ്ങളും സമരങ്ങളും സംഘടിപ്പിക്കും. ഇതിലൂടെയൊക്കെ നിരന്തരം STU വളർന്നുകൊണ്ടിരിക്കുക. അതിന് മുന്നോടിയായിട്ട് സംസ്ഥാനതല ജാഥകളും ഒക്കെ തന്നെ സംസ്ഥാന പ്രസിഡന്റ് റഹ്മത്തുള്ളാഹി സാഹിബിൻ്റെ നേതൃത്വത്തിലുണ്ട്. അതിൻ്റെ മുമ്പ് അഹമ്മദ് ഉണ്ണിക്കുളത്തിൻ്റെ നേതൃത്വത്തിൽ ജാഥ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നിരന്തരമായ പ്രവർത്തനങ്ങളിലൂടെയാണ് ഇന്ന് കാണുന്ന സ്വതന്ത്ര തൊഴിലാളി സ്ഥാനമാക്കി വളരുന്നതിന് സാധിച്ചിട്ടുണ്ട്. ഈ സ്ത്രീ തൊഴിലാളികൾക്ക് നമ്മളെ ഒന്നുകൂടി കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് നല്ലൊരു പ്രവർത്തനം കാഴ്ചവെച്ചു എന്നുള്ളതാണ് എനിക്കൊക്കെ ഒന്ന് തോന്നുന്നത്. സ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം എന്താ? സ്ത്രീ തൊഴിലാളികൾ അത് നിർമ്മാണ തൊഴിലാളി ഫെഡറേഷനാണ് ഇവിടെ ആദ്യമായിട്ട് സ്ത്രീ തൊഴിലാളികളുടെ ഒരു സംവിധാനത്തിലേക്ക് വരുന്നത്. നിർമ്മാണ തൊഴിലാളി ഫെഡറേഷൻ ഒരു വനിതാ വിങ് രൂപീകരിക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിൽ വിധവകൾ ഒരുപാടുണ്ട്. ആ വിധവകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു വിധവാ വെൽഫെയർ സംഘം മലപ്പുറം ജില്ലയിൽ രൂപീകരിക്കുകയും നിർമ്മാണ തൊഴിലാളി യൂണിയൻ്റെ കീഴിലാണ് രൂപീകരിച്ചത്. ആ രൂപീകരിച്ചതിൻ്റെ ഭാഗമായിട്ട് ജില്ലാതലത്തിൽ വിപുലമായ രീതിയിലുള്ള സ്ത്രീ തൊഴിലാളി സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുകയുണ്ടായി. നിർമ്മാണ തൊഴിലാളി യൂണിയൻ്റെ ഭാഗമായിട്ട് തന്നെ 2 തവണ സമ്മേളനം സംഘടിപ്പിച്ചു. 2 തവണ സംഘടിപ്പിച്ചത് 3 തവണ സംഘടിപ്പിച്ചത്. ഒരു 2 തവണ മലപ്പുറം മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് ഓഡിറ്റോറിയത്തിൽ, അതുപോലെ തന്നെ 1 തവണ നമ്മുടെ വാര്യംകുന്നത്ത് ടൗൺ ഹാളിലാണ് മലപ്പുറത്ത്. ഇവിടെ നമ്മുടെ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചിട്ടൊരു പരിപാടി, അതെന്തായിരുന്നു? അത് സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് പെരിന്തൽമണ്ണ കമ്മ്യൂണിറ്റി ഹാളിൽ ഉണ്ടാക്കിയത്. പക്ഷെ അത് STU നിയോജകമണ്ഡലം പ്രസിഡന്റായി ഞാനിരിക്കുന്ന സമയത്താണ് അത് സംഘടിപ്പിക്കുന്നത്. ഒരു സ്ത്രീ തൊഴിലാളി. അപ്പോൾ അത് നമ്മളെ പെരിന്തൽമണ്ണ നമുക്ക് നല്ല അടിവേരുള്ള ആയിരക്കണക്കിന് തൊഴിലാളികൾ, നല്ല 1200ഓളം സ്ത്രീ തൊഴിലാളികൾ പങ്കെടുത്ത വലിയൊരു സമ്മേളനമാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് കണ്ടിട്ടില്ലാത്തൊരു ചരിത്ര സമ്മേളനം തന്നെയാണ്. അതിന് മുമ്പ് അതിന് ശേഷം മാത്രം വലിയൊരു സമ്മേളനം ആരും സംഘടിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. അതാണ് പറഞ്ഞത്, എടുത്തു പറയേണ്ട സംഭവം. അതുപോലെ തന്നെ ഈ 2012 ഞാൻ STUവിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിരുന്ന സമയത്ത് അന്ന് STUവിൻ്റെ ഒരു ജില്ലാ സമ്മേളനം സംഘടിപ്പിക്കേണ്ടത്. അന്ന് മലപ്പുറം ജില്ലയിൽ ആകെ 28,000 തൊഴിലാളികളാണ് STUവിന് ജനറൽ STU മൊത്തം.
ആ സമയത്ത് ഒരു സമ്മേളനം, മലപ്പുറം ജില്ലാ സമ്മേളനം സംഘടിപ്പിക്കുകയും 3 ദിവസം ആയിട്ട് നീണ്ടു നിൽക്കുന്ന സമ്മേളനമാണ് നമ്മൾ നടത്തിയത്. ആദ്യത്തെ ദിവസം പതാക ദിനം, രണ്ടാമത്തെ ദിവസം പ്രകടനം പൊതുസമ്മേളനം, അതേപോലെ തന്നെ മൂന്നാമത്തെ ദിവസം സ്ത്രീ തൊഴിലാളി സമ്മേളനം മലപ്പുറത്ത് വാര്യംകുന്നത്ത് ടൗണിലാണ്. അന്ന് അതിഗംഭീരമായ സമ്മേളനമാണ് നടത്തിയത്. കാരണം അന്ന് ഈ നമ്മുടെ ഈ സംസ്ഥാന സമ്മേളനത്തിൽ എന്താ കാര്യം പറഞ്ഞതുപോലെ പ്രകടനത്തിൽ ഏകദേശം 4000 തൊഴിലാളികളാണ് അതിൽ പങ്കെടുത്തത്. അന്ന് ആകെ 28,000 ഉള്ളൂ എന്നുള്ളത് മനസ്സിലാക്കും. ആ 4000 തൊഴിലാളികൾ പ്രകടനത്തിൽ പങ്കെടുത്തപ്പോൾ അത്രയും തൊഴിലാളികൾ രണ്ട് സൈഡിലും, ഈ റോഡിന്റെ രണ്ട് സൈഡിലായിട്ട് ഇത് കാണാനും വേണ്ടിയിട്ട് അത് പിന്നെ നമ്മൾ കണക്ക് കൂട്ടില്ല. അത് നമ്മളെ ഇവിടെയുള്ള മറ്റേ ലീഗ് ഓഫീസിന് തൊട്ടുള്ള മൈതാനത്തിലായിരുന്നു സമ്മേളനം നടന്നിരുന്നത്. അത് കഴിഞ്ഞ സ്ത്രീ തൊഴിലാളി സമ്മേളനം അന്ന് വാര്യംകുന്നത്ത് ടൗൺ ഹാളിന്റെ പുറത്ത് കൂടി പന്തലിട്ട് വലിയ സമ്മേളനം. അതിന്റെ അകത്ത് തന്നെ 1500 ആൾക്ക് ഇരിക്കാം. അത്രയും ആളുകൾ പുറത്ത് നിന്ന് ഏകദേശം 3000-ഓളം സ്ത്രീ തൊഴിലാളികൾ പങ്കെടുത്ത വലിയൊരു സമ്മേളനം. അതിനുശേഷം അതിനു മുമ്പ് അങ്ങനെ സ്ത്രീ തൊഴിലാളികൾ പങ്കെടുപ്പിച്ചിട്ടുള്ള പരിപാടി സമ്മേളനം നടന്നിട്ടില്ല. എൻ്റെ അറിവിലില്ല. നമുക്കറിയാലോ. അപ്പൊ അത് 2 സമ്മേളനങ്ങളും നടന്ന ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ 2 സമ്മേളനം. ഒന്നാം സമ്മേളനം ഒന്ന് പെരിന്തൽമണ്ണയിൽ നടന്ന സമ്മേളനം. അതിനു മുമ്പ് ആദ്യമായിട്ട് സ്ത്രീ തൊഴിലാളി സമ്മേളനം നടന്നപ്പോൾ അത് ഉദ്ഘാടനം ചെയ്ത് ബഹുമാന്യനായ പാണക്കാട് സാദിഖലി ശിഹാബാണ്. അന്ന് വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായി. കാരണം അത് ആദ്യമായിട്ടാണ് ഈ സ്ത്രീ തൊഴിലാളികളെ സ്റ്റേജ് സംഘടിപ്പിക്കുന്നത്. അപ്പൊ അതിൽ സാദിഖലി തങ്ങൾ പങ്കെടുത്തതിന്റെ പേരിൽ സമസ്ത വലിയ വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചതാണ്. കാരണം അന്ന് സാദിഖലി തങ്ങൾ മലപ്പുറം നിയോജകമണ്ഡലം മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ്, ജില്ലാ പ്രസിഡന്റ്, സംസ്ഥാന പ്രസിഡന്റ് ഒന്നും ആയിട്ടില്ല. അപ്പൊ അത് വലിയ ഒരു സമ്മേളനമായി നടത്തുക. അങ്ങനെ നിരവധി സമ്മേളനം നിർമ്മാണ തൊഴിലാളി യൂണിയന്റെ സെക്രട്ടറിയും എസ് യുവിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി നടത്തിയിട്ടുണ്ട്. അതൊക്കെ ഈ സ്വതന്ത്ര തൊഴിലാളി വലിയ മുതൽക്കൂട്ടുമായിട്ടുണ്ട്. ഇന്നിപ്പോ ഈ സമയത്തൊക്കെ ഇലക്ഷനുമായി ബന്ധപ്പെട്ടൊക്കെ ഈ 50% അനുപാതത്തിലൊക്കെ വന്ന ഇലക്ഷൻ മത്സരിക്കുന്ന സമയത്ത് സ്ത്രീകളൊക്കെ മുന്നോട്ട് കൊണ്ടുവരുന്നതിലൊക്കെ എസ് ടിയുടെ പങ്കാളിത്തം എടുത്തു പറയുന്നതാണ്. കാരണം ചില സ്ത്രീ തൊഴിലാളികളെ മാറ്റി നിർത്തിയിട്ട് ഇനി ഒരു പ്രസ്ഥാനത്തിനും തൊഴിലാളി സംഘടനകൾക്ക് പ്രത്യേകിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. കാരണം തൊഴിൽ മേഖലയിൽ ബഹുഭൂരിപക്ഷവും ഇന്ന് സ്ത്രീ തൊഴിലാളി, പ്രത്യേകിച്ച് അസംഘടിത മേഖലയിൽ സ്ത്രീ തൊഴിലാളികളെ പങ്കെടുക്കുന്നുണ്ടെന്ന് നിഷേധിക്കാൻ പറ്റില്ല. അതായത് ഇപ്പോൾ ഈ തൊഴിലുറപ്പ് മേഖല, കുടുംബശ്രീ, അതുപോലെ തന്നെ അംഗൻവാടി, അതേമാതിരി ആശ, അതേമാതിരി സ്കൂൾ പാചകം, അതേപോലെ തന്നെ തയ്യൽ തൊഴിലാളികൾ, അതേപോലെ തന്നെ കർഷക തൊഴിലാളികൾ, നിർമ്മാണ തൊഴിലാളികൾ, എല്ലാ മേഖലയിലും സ്ത്രീ തൊഴിലാളികളാണ് ഇന്ന് ഭൂരിപക്ഷം ഉള്ളത്. അപ്പൊ അവരെ സംഘടിപ്പിക്കാതെ മുന്നോട്ട് പോയാൽ ആ പ്രസ്ഥാനം ഒരിക്കലും വിജയം കാണില്ല. അതാണ് സ്ത്രീ തൊഴിലാളികളെ നല്ല രീതിയിൽ ഇപ്പോൾ സ്കീം വർക്കേഴ്സ് എന്ന് പറയുന്നത് തന്നെ സ്ത്രീ തൊഴിലാളികൾ. ഇപ്പൊ ഗിഗ് വർക്കേഴ്സിലും സ്ത്രീ തൊഴിലാളികൾ, സെക്യൂരിറ്റി മേഖലയിൽ സ്ത്രീ തൊഴിലാളികൾ വ്യാപകമായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഷോപ്പ് വർക്കേഴ്സിലും വ്യാപകമായിട്ട് സ്ത്രീ തൊഴിലാളികളാണ്. ഈ മേഖലകളിലൊക്കെ അതിന്റെ പ്രാതിനിധ്യം. അപ്പോ ഈ പ്രാതിനിധ്യം ഉറപ്പിക്കുക മാത്രമല്ല, അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് സ്വതന്ത്ര തൊഴിലാളികളുടെ ലക്ഷ്യം. അതിനു വേണ്ടിയുള്ള നിരന്തരമായ പ്രവർത്തനങ്ങൾ സംസ്ഥാന ST കമ്മിറ്റിയിൽ ഒരു നിശ്ചിത ശതമാനം സ്ത്രീകൾക്ക് പ്രാതിനിധ്യം നൽകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരികയും അവർ ഇതിൻ്റെ മുഖ്യധാരയിൽ പ്രധാന ഭാരവാഹിത്വത്തിൽ, ദേശീയ ഭാരവാഹിത്വത്തിൽ, സംസ്ഥാന ഭാരവാഹിത്വത്തിലൊക്കെ മറ്റ് പോഷക സംഘടനകൾ പ്രാതിനിധ്യം നൽകുന്നതിന് മുമ്പേ സ്വതന്ത്ര തൊഴിലാളികൾ നൽകിയിട്ടുണ്ട്. അപ്പൊ സ്ത്രീ തൊഴിലാളികൾ അവർ വളർന്നു വരേണ്ടത് അനിവാര്യമാണെന്ന ബോധ്യം സ്വതന്ത്ര തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങൾക്ക് മുമ്പ് നിലവിലുണ്ട്. അപ്പൊ അത് കുറെ കൂടി ശക്തിപ്പെടുത്തി ഇന്ന് മുന്നോട്ട് പോയി. അതിൻ്റെ ഒരു പ്രധാന കാഴ്ചയാണ് ഇപ്പൊ നമ്മൾ സംസ്ഥാന സമ്മേളനത്തിലും കണ്ടത്. വലിയൊരു വിഭാഗം സ്ത്രീ തൊഴിലാളികളാണ് പങ്കെടുത്തത്. നമ്മള് മലപ്പുറവുമായി ബന്ധപ്പെട്ട ഒരു ഉദാഹരണം അതിൽ വരുമ്പോ, മലപ്പുറം മുനിസിപ്പൽ ചെയർപേഴ്സൺ ആയിരുന്ന ജമീല ടീച്ചർ അംഗൻവാടി വർക്കേഴ്സ് യൂണിയന്റെ സംസ്ഥാന ഭാരവാഹിയായ ഒരു വ്യക്തിത്വം. അതേപോലെ തന്നെ നമ്മളെ പിന്നെ MK റഫീഖ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ MK റഫീഖ, STയുമായി ബന്ധപ്പെട്ട യൂണിയന്റെ പെട്ട
ഒരു പ്രതിനിധിയായിരുന്നു. STUവിലൂടെ വളർന്നു വന്നിട്ടാണ് ഓരോ മേഖലയിൽ എത്തിയിട്ടുള്ള സ്ത്രീകളൊക്കെ അന്നുണ്ട് ഇന്നുണ്ട്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഇപ്പൊ നസീമ ബീഗം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ജമീല ടീച്ചർ ചെയർപേഴ്സൺ ആയിരുന്ന ആളാണ്. തിരുവിലങ്ങാടി നമ്മുടെ STUവിന്റെ ഭാരവാഹി വൈസ് ചെയർമാൻ ചെയർപേഴ്സൺ ആയിരുന്നു. അങ്ങനെ നിരവധി ആളുകൾ ഇപ്പൊ ഇപ്പോഴും ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മുടെ പിന്നെ റയ്യാനത്ത് അങ്കൻവാടി റയ്യാനത്ത് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്. കഴിഞ്ഞ പ്രാവശ്യം മുറയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് STUവിന്റെ പ്രതിനിധിയാണ് സുനീറ. അപ്പൊ അങ്ങനെ നിരവധി. ഇപ്പോൾ അതേപോലെ തന്നെ മഞ്ചേരി ബുഷ്റാബി കൗൺസിലറാണ്. പെരുന്തവണയിലെ ചെയർപേഴ്സൺ സുരയ്യ ചെയർപേഴ്സണാണ്, STUവിന്റെ പ്രതിനിധിയാണ്. അതേപോലെ തന്നെ കീഴുപറമ്പ് ബ്ലോക്ക് എറണാട് അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റബിലത്ത് നമ്മൾ STUവിന്റെ പ്രതിനിധിയാണ്. അപ്പൊ നിരവധി വനിതകൾ ഇപ്പോൾ ജനപ്രതിനിധികളായിട്ടും പഞ്ചായത്ത് ചെയർപേഴ്സണായിട്ടും അല്ലെങ്കിൽ പ്രസിഡന്റായിട്ടും അതേപോലെ തന്നെ മുനിസിപ്പൽ ചെയർപേഴ്സണായിട്ടും ബ്ലോക്ക് മെമ്പർമാരായിട്ടും പ്രസിഡന്റുമാരായിട്ടും ഉണ്ട്. ഒക്കെ STUവിലൂടെ വന്ന ആളുകളാണ്. അപ്പൊ ആ രീതിയിലുള്ള ഒരു വളർച്ച സ്ത്രീ തൊഴിലാളികൾക്ക് STUവിൽ വന്നിട്ടുണ്ട്. അതൊക്കെ സ്വതന്ത്ര തൊഴിലാളികളുടെ നിരന്തരമായ, അതായത് സ്ത്രീ തൊഴിലാളികളുടെ പ്രാതിനിധ്യം മനസ്സിലാക്കി നടത്തിയ ഇടപെടലിന്റെ ഭാഗമായിട്ടുണ്ടായ വളർച്ച. പാർട്ടിക്ക് അത് നല്ല പ്ലസ് ആയിട്ട് നല്ല ഗുണം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു വിഷയവുമായി നമുക്ക് ബന്ധപ്പെട്ടത്. അതെ, അതെന്താ വെച്ചാൽ ഈ സ്വതന്ത്ര തൊഴിലാളി യൂണിയന് പ്രത്യേകത എന്താ വെച്ചാൽ എല്ലാ വിഭാഗം ജനങ്ങൾക്കും പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു മേഖലയാണ് സ്വതന്ത്ര തൊഴിലാളി. എല്ലാ വിഭാഗങ്ങൾക്കും അണിനിരക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ട് സ്ത്രീകൾക്ക് അതിൽ അതിന്റെ നേതൃസ്ഥാനത്ത് വരുന്നതിനോ അല്ലെങ്കിൽ അതിൽ പ്രവർത്തിക്കുന്നതിനോ ഒരു തരത്തിലുള്ള തടസ്സങ്ങളും ഒന്നുമില്ല. മറ്റുള്ളതിലൊക്കെ ചില ചെറിയ തടസ്സങ്ങളുണ്ട്. ഇതിനകത്ത് സ്വതന്ത്ര തൊഴിലാളികൾ ഒന്നാമത് പ്രായപരിധി ഇല്ല എന്നുള്ളതാണ്. പ്രായപരിധി ഇല്ല ഒന്ന്. മറ്റൊന്ന് എന്താ വെച്ചാൽ തൊഴിൽ മേഖലയിലാണ് ഈ വരുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മേഖലയിലും തൊഴിലെടുക്കാം. അപ്പൊ അതുകൊണ്ട് അവർക്ക് അതിൽ കടന്നു വരാനും നേതൃത്വ രംഗത്തേക്ക് വരാനും യാതൊരു പ്രയാസമില്ല. സ്ത്രീകൾക്ക് ഈ ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങൾക്കൊക്കെ നിരന്തരം ഇടപെടാനും പാർട്ടിയുമായി കൃത്യമായി ഇടപെടാനും പാർട്ടി വേദികളിൽ നിരന്തരം തൊഴിലാളികൾ പങ്കെടുപ്പിക്കാനൊക്കെ STU സ്ത്രീ തൊഴിലാളികൾക്ക് അവസരം നൽകുമ്പോൾ നല്ലൊരു മുതൽക്കൂട്ടായിട്ട് പാർട്ടിക്ക് ഉണ്ടായിട്ടുണ്ട്. സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ എന്താ വെച്ചാൽ ഈ തൊഴിലാളികളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് ഇവർക്ക് ക്ഷേമ പദ്ധതികളുണ്ട് ധാരാളം. ആ ക്ഷേമ പദ്ധതികൾ അംഗങ്ങളാക്കുന്നത് നല്ലൊരു ശതമാനവും സ്ത്രീ തൊഴിലാളികളാണ്. അപ്പോൾ അവർക്ക് നിരന്തരമായിട്ട് സംഘടനയുമായി ബന്ധപ്പെടേണ്ടി വരും. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ, ക്ഷേമ പദ്ധതിയുമായ കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തി അവരെ കൂടുതൽ ആളുകളിലേക്ക് ആകർഷിക്കാൻ, അവർക്ക് ആവശ്യമായ ആനുകൂല്യങ്ങൾ നേടിക്കൊടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് സ്വതന്ത്ര തൊഴിലാളികളിൽ വളരെ എളുപ്പം സാധിക്കും. അതിൻ്റെ ഭാഗം കൂടിയായിട്ടാണ് സ്വതന്ത്ര തൊഴിലാളിയുടെ പ്രാതിനിധ്യം വർദ്ധിക്കാനുള്ളൊരു സാധ്യത ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ രീതിയിൽ കേരളത്തിൽ ഇന്ന് അവഗണിക്കാൻ പറ്റാത്തൊരു ശക്തിയായിട്ട് തൊഴിലാളി മേഖലയിൽ ഇപ്പം മറ്റു പല തൊഴിലാളി സംഘടനകളും പഴയ കാലത്ത് ശക്തമായിരുന്നു എന്ന് വെച്ചാൽ ഈ കാലഘട്ടത്തിൽ അത്ര കാലഘട്ടത്തിനനുസരിച്ചുള്ള ശക്തമല്ല. അപ്പോൾ സ്വതന്ത്ര തൊഴിലാളി എന്ന് പറഞ്ഞാൽ ഇന്ന് കേരളത്തിലെ തൊഴിൽ മേഖലയിൽ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ഇടപെടുന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു തൊഴിലാളി പ്രസ്ഥാനം. അതാർക്കും നിഷേധിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ സ്വതന്ത്ര തൊഴിലാളി യൂണിയനെ മാറ്റി നിർത്തി കേരളത്തിലെ തൊഴിലാളി സംഘടനകൾക്കും മറ്റു തൊഴിലാളി സംഘടനകൾക്കും അല്ലെങ്കിൽ കേരളത്തിലെ തൊഴിൽ മേഖലക്കും മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ പ്രസ്ഥാനം എത്തിപ്പെട്ടു. പക്ഷെ അതൊക്കെ ഈ പറഞ്ഞതുപോലെ സംസ്ഥാന STU കമ്മിറ്റിയുടെ ദീർഘവീക്ഷണത്തോടുള്ള പ്രവർത്തനം, അതിന് കണിശതയോടുകൂടി കൃത്യതയോടുകൂടി നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള റഹ്മത്തുള്ള സാഹിബ് ഉൾപ്പെടെയുള്ള നേതാക്കളുടെ ഒരു വലിയ നേതൃത്വ നിരയും പ്രവൃത്തി പരിചയമുള്ള നേതൃത്വ നിരയും ഇതിനുള്ളത് കൊണ്ടാണ്. അദ്ദേഹത്തിന്റെ പങ്ക് വളരെ നിർണായകമാണ്. അത് നിഷേധിക്കാനും പറ്റില്ല. അപ്പൊ ആ ഒരു ദീർഘവീക്ഷണത്തോടുള്ള പ്രവർത്തനം തന്നെയാണ് ഈ സംസ്ഥാന സമ്മേളനത്തിന്റെ മുതൽക്കൂട്ടും അതിന്റെ വിജയം. കേരള സ്വതന്ത്ര തൊഴിലാളിയുടെ ചരിത്രത്തിൽ പറഞ്ഞതുപോലെ ഒരു ചരിത്രപരമായ നാഴികക്കല്ലും കൂടിയാണ് ഈ സംസ്ഥാന സമ്മേളനം. കാരണം ഇതിനു മുമ്പ് ഒരിക്കലും ഇതുപോലെ സംസ്ഥാന സമ്മേളനം STU സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് ഞാൻ പറഞ്ഞല്ലേ, ഒരു അക്ഷരാർത്ഥത്തിൽ സ്വതന്ത്ര തൊഴിലാളി യൂണിയന്റെ സംസ്ഥാന കമ്മിറ്റി പ്രതീക്ഷിച്ചതിലും അപ്പുറത്തുള്ള ഒരു വിജയമാണ് നമുക്ക് ആ സംസ്ഥാന സമ്മേളനത്തിന് ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് മുസ്ലിം ലീഗ്
ഇതിൻ്റെ ഒരു നിർദ്ദേശം കൂടി അതിനകത്തുണ്ട്. കാരണം നമ്മൾ ഈ സംസ്ഥാന സമ്മേളനം നടത്താൻ വേണ്ടി ആലോചിച്ചപ്പോൾ പാർട്ടി പറഞ്ഞത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ്, അതുകൊണ്ട് മുസ്ലിം ലീഗ് തന്നെ ഒരു സമ്മേളനം കോഴിക്കോട് വെച്ച് നടത്തണം എന്ന് കരുതുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഏറ്റെടുത്ത് നടത്തിക്കോളാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ധൈര്യപൂർവ്വം ആ സമ്മേളനം പോഷക സംഘടന എന്നുള്ള KSTUവിൻ്റെ സമ്മേളനമാക്കി അതിനെ ഏറ്റെടുക്കുക. ആ രീതിയിൽ വെറും വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്കറിയാം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് സമ്മേളനത്തിലേക്ക് KSTU കടക്കുന്നത്. അതിന് മുമ്പ് തീരുമാനിച്ചെങ്കിലും പിന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് നമുക്കത് സ്പീഡപ്പ് ചെയ്യാൻ പറ്റിയില്ലല്ലോ. അതിനുശേഷം വളരെ കുറഞ്ഞ സമയം കൊണ്ട് വളരെ ശക്തമായ പ്രചരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയും എല്ലാ ഭാഗത്തും എല്ലാ കാറ്റഗറി ഫെഡറേഷനുകളും ആ സമ്മേളനത്തിന് മാനസികമായി ഒരുങ്ങി അത് നല്ല രീതിയിൽ എഫർട്ട് എടുത്ത് ആ സമ്മേളനം വിജയിപ്പിക്കുന്നത് യൂണിറ്റ് തലങ്ങളിൽ നിന്ന് തന്നെ വലിയ മുന്നേറ്റം യൂണിറ്റ് തലങ്ങളിൽ നടന്നിട്ടുണ്ട്. അതിൽ നമ്മളെ സ്വാസംഘത്തിന്റെ ചെയർമാൻ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിക്കാണ് ചുമതല കൊടുത്തത്. അതെ അത് പാർട്ടി മുസ്ലിം ലീഗ് പാർട്ടി പിന്നെ അതിൻ്റെ സ്വാഗത സംഘം ചെയർമാനായിട്ട് നമുക്ക് നിർദ്ദേശിച്ചു തന്നത് സലാം സാഹിബിനെയാണ്. അദ്ദേഹത്തിൻ്റെ നിശ്ചയമായ പിന്തുണയും സഹായ സഹകരണ സമ്മേളനത്തിനുണ്ടായിട്ടുണ്ട്. പിന്നെ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ ഒരിക്കലും ഒരു സമ്മേളനത്തിൻ്റെ പേരിലോ ഒരു സമരം സംഘടിപ്പിക്കുന്നതിൻ്റെ പേരിലോ ഒരു ജാഥ നടത്തുന്നതിൻ്റെ പേരിലോ അല്ലെങ്കിൽ എന്തെങ്കിലും KSTUവിൻ്റെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ പേരിലോ മുസ്ലിം ലീഗ് നേതൃത്വത്തിനോ അതിൻ്റെ കമ്മിറ്റികൾക്കോ ഒരു തലവേദനയോ ബാധ്യതയോ ഉണ്ടാക്കാൻ ഇതുവരെ ശ്രമിച്ചിട്ടില്ല. തീർത്തും സ്വതന്ത്രമായി സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ്റെ വിഭവങ്ങൾ ഉപയോഗിച്ച് മാത്രമാണ് ഇതുവരെ സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ എല്ലാം സംഘടിപ്പിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു അഭിമാനം ഓരോ സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ പുറത്ത് ഉണ്ട്. പ്രത്യേകിച്ച് എനിക്കൊക്കെ അതിയായ അഭിമാനമുണ്ട്. കാരണം എന്നും അങ്ങനെ ആയിരിക്കണമെന്നാണ് എൻ്റെയൊക്കെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. സംസ്ഥാന ജനറൽ സെക്രട്ടറി നമ്മളെ പ്രതിനിധി സമ്മേളനത്തിൽ അത് കൃത്യമായിട്ട് എടുത്തു പറയുകയും ചെയ്തു. മുസ്ലിം ലീഗ് പാർട്ടി ഒരിക്കലും നമ്മൾക്ക് തലവേദനയാവില്ല എന്നുള്ളത് സംസ്ഥാന മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി തന്നെ സംസ്ഥാന സമ്മേളനത്തിൽ പറയുന്നത്. അത് തീർത്തും നമുക്ക് അഭിമാനമാണ്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തൊഴിലാളികളും നമ്മുടെ പ്രസ്ഥാനത്തിന്റെ സംഘടനാ ശേഷിയും അതിന്റെ വിഭവങ്ങളും ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ പ്രവർത്തനം നടത്തുന്നത്. അപ്പോൾ അത് ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം അഭിമാനിക്കാൻ വക നൽകുന്ന ഒന്നാണ്. തുടർന്നും അങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ ഈ സമ്മേളനം എന്ന് പറയുന്നത് സ്വതന്ത്ര തൊഴിലാളി യൂണിയന്റെ ചരിത്രത്തിൽ ഒരു തങ്കലിപികളാൽ എഴുതി ചേർക്കപ്പെടേണ്ട ഒരു സമ്മേളനമാണ്. തീർച്ചയായും. കാരണം എന്ന് വെച്ചാൽ തൊഴിലാളികളുടെ പങ്കാളിത്തം കൊണ്ട് ഇത്രയധികം മനോഹരമായ ഒരു സമ്മേളനം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. മാത്രമല്ല നമുക്കതിൽ ഈ കുറച്ചും കൂടി നടത്തത്തിന്റെ ദൂരം കുറച്ചിരുന്നെങ്കിൽ കുറെ കൂടി ആളുകൾ അവിടെ ഇരുന്നിരുന്നു എന്നൊരു അഭിപ്രായമുണ്ട്. കാരണം ചില 6 കിലോമീറ്റർ 4 കിലോമീറ്റർ അധികം ദൂരം പ്രകടനം നടക്കേണ്ടി വന്നു. അതിൽ പല തൊഴിലാളികളും അവശരായിട്ടുള്ള ആളുകളുണ്ട്. നമ്മൾ വളരെ ആവേശത്തിൽ വന്ന തൊഴിലാളികളാണ്. അതാരെങ്കിലും പ്രത്യേകിച്ച് നിർബന്ധിച്ചോ ഒന്നുമല്ല. അതിൽ പലരും നടക്കാൻ കഴിയാത്തവരുണ്ട്, കുട്ടികളായിട്ട് വന്ന സ്ത്രീകളുണ്ട്, അതേപോലെ തന്നെ രോഗികളായിട്ടുള്ള ആളുകളുണ്ട്. അവരൊക്കെ ആവശ്യത്തിൽ വന്നപ്പോൾ അവർക്ക് പലർക്കും കൂടുതൽ ദൂരം നടക്കാൻ പറ്റാത്തൊരു സ്ഥിതി വന്നു. അപ്പൊ അത് കാരണം എന്താ വെച്ചാൽ അവരൊക്കെ പെട്ടെന്ന് അവിടെ യോഗ സ്ഥലത്തേക്ക് എത്താൻ വേണ്ടി അവരൊരു വേഗം പോയി. അത് നമ്മളാരും കുറ്റം പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ അങ്ങനെ പിന്നെ അത്ര ദൂരം നടക്കേണ്ടി വന്നത് കോഴിക്കോടാണെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം വെച്ചാൽ അവിടെ ഈ ട്രാഫിക്കിന്റെ ഒക്കെ വലിയ പ്രശ്നമുള്ളതുകൊണ്ട് ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നടത്തണമെങ്കിൽ കാര്യങ്ങൾ ഇപ്പൊ മുമ്പത്തെ പോലെയല്ല. എങ്കിലും എന്തൊക്കെ വന്നാലും അതിഗംഭീരമായ സമ്മേളനമാണ് കോഴിക്കോടിന്റെ ചരിത്രത്തില് അത് തുടക്കം മുതലേ അങ്ങനെ. നമുക്ക് ആ പതാക ഉയർത്തൽ അതിഗംഭീരമായി 69 പതാകകളാണെന്ന് അവിടെ ഉയർത്തപ്പെട്ടു. ആ പതാക കൊടിമര ജാഥയും അത് ഓരോരുത്തരെ മരണപ്പെട്ട ഓരോരുത്തരുടെ അനുസ്മരിച്ചുകൊണ്ടാണ് ഈ 69 പതാക. നമ്മുടെ KSTUവിന് നേതൃത്വം കൊടുത്ത മുൻ നേതാക്കൾ, മരണപ്പെട്ട നേതാക്കന്മാർ, കരുത്തരായ 69 നേതാക്കന്മാരുടെ സ്മരണക്ക് മുമ്പിലാണ് ആ പതാക നാമകരണം ചെയ്തിട്ടാണ് പതാക ഉയർത്തപ്പെട്ടിട്ടുള്ളത്. അത് അതിഗംഭീരമായ ഒരു ചടങ്ങായി മാറി. അത് കഴിഞ്ഞ് സമ്മേളനത്തിന്റെ പ്രകടനം, പൊതുസമ്മേളനം എല്ലാ നേതാക്കന്മാരും
പാർട്ടിയുടെയും അതുപോലെ തന്നെ അവിടെ നമ്മൾ ക്ഷണിക്കപ്പെട്ട എല്ലാ നേതാക്കന്മാരും കൃത്യമായി അവിടെ പങ്കെടുത്തു. അതിഗംഭീരമായ സമ്മേളനമാക്കി മാറ്റാൻ നമുക്ക് സാധിച്ചു. എന്തായാലും അത് തുടർന്നുള്ള STUവിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വലിയ ഊർജം പകരും എന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. കാരണം കൂടുതൽ ആളുകൾ, കൂടുതൽ പ്രവർത്തകർ ഈ രംഗത്തേക്ക്, തൊഴിലാളി മേഖലയിലേക്ക് പ്രവർത്തിക്കാൻ കടന്നു വരികയും നല്ലൊരു സംഘടന, കുറെ കൂടി ശക്തമായ ഒരു സംഘടന ആക്കി മാറ്റാൻ നമുക്ക് സാധിക്കുന്ന തരത്തിലേക്ക് ഭാവി ഈ സംഘടനയുടെ പ്രവർത്തനം മുന്നേറും എന്ന കാര്യത്തിൽ യാത്രയില്ല. കാരണം കേരളത്തിൽ ഇപ്പോൾ ഒരു 5 ലക്ഷം തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ ഇന്നത്തെ സാഹചര്യത്തിൽ വലിയ പ്രയാസമില്ല. കുറെ കൂടി നമ്മളതിന് ശ്രമം നടത്തിയാൽ എല്ലാ കാറ്റഗറി ഫെഡറേഷനുകളും അതിനനുസരിച്ചുള്ള ഒരു പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയാണ്. ഇന്നുള്ള എൻ്റെ ഇരട്ടി തൊഴിലാളികൾ നമുക്ക് പുറത്തുണ്ട്. പക്ഷെ അത് സംഘടിപ്പിക്കാൻ നമ്മൾ രംഗത്തിറങ്ങേണ്ട പണി മാത്രമേ. അപ്പോൾ അതിന് കൂടുതൽ ഒരു സാധ്യത നമുക്ക് മുന്നിൽ തുറന്നിട്ടിരിക്കുകയാണ്. അത് കൂടുതൽ നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ സമ്മേളനം, അതിനുശേഷം നടന്ന പൊതുസമ്മേളനം, സെമിനാർ, അതിൽ 2 സെഷനാണ് ഉണ്ടായത്. ആ 2 സെഷൻ നല്ല സബ്ജക്റ്റായിരുന്നു. അതിൽ അവതാരകരും അതുപോലെ തന്നെ അതിൻ്റെ അവതരിപ്പിച്ച ആളുകളും അതിഗംഭീരന്മാരാണ്. കൃത്യമായിട്ടും അത് സംഘടനാ പ്രവർത്തകർക്കും ഭാരവാഹികൾക്കും അത് വലിയൊരു മനസ്സിനെ ഊർജം നൽകി. കാരണം പല സംഘടന നേരിടുന്ന വിഷയങ്ങളെക്കുറിച്ചും മറ്റുള്ള വിഷയ സെമിനാറിലൊക്കെ കൃത്യമായി പ്രഗത്ഭരായ വ്യക്തിത്വങ്ങൾ അത് കൃത്യമായി നമുക്കത് വരച്ചു കാട്ടി തന്നു എന്നുള്ളതാണ്. അതിൽ കൃത്യമായി അതിൽ പങ്കെടുക്കേണ്ട ആളുകൾ തന്നെയാണ് പങ്കെടുത്തത്. പക്ഷെ അതിൽ ഈ മറ്റ് പുറമെ നിന്നുള്ള ഈ ട്രേഡ് യൂണിയനുമായി ബന്ധപ്പെട്ട വരദരാജൻ അതിലെന്താണ് പങ്കെടുക്കുക എന്നൊക്കെ, അദ്ദേഹം നല്ല ട്രേഡ് യൂണിയനിസ്റ്റ്, അദ്ദേഹം കൂടി ഉണ്ടായിരുന്നെങ്കിൽ അതൊന്നും കൂടി മെച്ചപ്പെട്ട രീതിയിൽ അതിൻ്റെ ഈ ലേബർ കോഡുമായി ബന്ധപ്പെട്ട സെഷനിലാണ് അദ്ദേഹത്തിന് പങ്കാളിത്തം കൊടുത്തത്. അത് കുറെ കൂടി ഒരു ഉജ്ജസ്വലമായി അത് പൂർത്തിയാക്കാൻ സാധിക്കും. എങ്കിലും നല്ല രീതിയിൽ അമ്മൂട്ടി ഉണ്ണിക്കുളം നമ്മുടെ ദേശീയ പ്രസിഡന്റ് അത് സംബന്ധിച്ച് കുറേ കാര്യങ്ങൾ അവിടെ അവതരിപ്പിക്കുന്നത് കുറച്ചും കൂടി സമയം അദ്ദേഹത്തിന് കൊടുക്കേണ്ടതായിരുന്നു എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. കാരണം അതുകൊണ്ടല്ല, അത് കുറെ കൂടി അവിടെ ഇരിക്കുന്നവരൊക്കെ നേതാക്കൾ, പഠനം ആവശ്യം. ആ സദസ്സിൽ ഇരിക്കുന്നവരാരും താഴെത്തട്ടിലുള്ള തൊഴിലാളികളല്ല, ഒക്കെ നേതൃത്വ രംഗത്തിരിക്കുന്നു. അവരിത് സംബന്ധിച്ചൊരു പ്രാഥമികമായ വിവരം ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ നമ്മളൊരു ലഘുലേഖ കൊടുത്താലും അതൊന്നും എല്ലാവരും വായിച്ചോണമെന്നില്ല. അതേസമയം നമ്മളൊരു പ്രസംഗം നമ്മൾ കേട്ടിരിക്കും. അപ്പോൾ നമുക്ക് അങ്ങനെ കുറച്ചുകൂടി സമയം ചർച്ച രൂപമായതുകൊണ്ട് ഒന്നുകൂടി മനസ്സിൽ കയറും ചെയ്യും. അവിടെ എല്ലാവരും അത് സകൂതം വീക്ഷിച്ചല്ലോ. അവിടെ ഇരിക്കുന്ന ഒരാൾ പോലും അതൊരു ലളിതവൽക്കരിച്ചിട്ടില്ല. മണിക്കൂറുകളോളം ഒരു അക്ഷമരായി കാത്തിരുന്നു. അപ്പോൾ നല്ല സബ്ജക്റ്റുമാണ്, നല്ല അവതരണവുമാണ്. അത് എല്ലാവർക്കും കൃത്യമായി മനസ്സിലാകുന്ന രീതിയിലുള്ള അവിടുത്തെ അവതരണങ്ങളൊക്കെ നല്ല രീതിയിലാണ്. നിയമപരമായ വിഷയങ്ങൾ കൃത്യമായി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ സെക്രട്ടറി, അതേപോലെ തന്നെ നമ്മുടെ കോൺഗ്രസിന്റെ നേതാവ് വിദ്യാബാലകൃഷ്ണൻ നന്നായി മോഡറേറ്റർ അമ്മൂട്ടി ഉണ്ണിക്കുളം അതിന്റെ നിയമപരമായ ഓരോ കാര്യങ്ങൾ എന്താണ് ബന്ധപ്പെട്ട വിഷയങ്ങൾ അത് കുറച്ചും കൂടി ഒരു 5-10 മിനിറ്റ് കൂടി സമയം കൊടുത്തിരുന്നെങ്കിൽ കുറെ കൂടി കാര്യങ്ങൾ ഓർത്തിരിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകാൻ കഴിയുന്നു. ഇതെല്ലാവരും ഇതിപ്പോ ഇത് എവിടെയെങ്കിലും സംഘടിപ്പിച്ച് അത് വായിച്ച് മനസ്സിലാക്കി ട്രേഡ് യൂണിയൻ പ്രവർത്തനം നടത്തുന്നവരല്ല. ഇങ്ങനെയുള്ള ക്യാമ്പുകളിലും പ്രതിനിധി സമ്മേളനങ്ങളിലും അവർക്ക് വിവരം കിട്ടിയാലേ അത് സംബന്ധിച്ച് അവർക്ക് പഠിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന മറ്റൊരു വേദിയിലോ അതല്ലെങ്കിൽ തൊഴിലാളികളുടെ വേദിയിലൊക്കെ ഇപ്പോൾ നമുക്കറിയാം സംയുക്ത ട്രേഡ് യൂണിയൻ ഉണ്ട്. അത്തരം വേദികളിലൊക്കെ പോകുമ്പോൾ എന്താണ് ലേബർ കോഡ് എന്ന് അവിടെ അവതരിപ്പിക്കേണ്ടി വരുമ്പോൾ അതിനെ സംബന്ധിച്ചൊക്കെ അവർക്ക് കൃത്യമായ രൂപം ഉണ്ടാകണമെങ്കിൽ കുറെ കൂടി അതിനെ സംബന്ധിച്ച് അറിയേണ്ടതുണ്ട്. അപ്പോൾ ആ രീതിയിൽ അത് വളരെ ഉപകാരപ്രദമായി എന്ന കാര്യത്തിൽ ഞാൻ തർക്കവുമില്ല. ആദ്യ സെഷനും വളരെ ഭംഗിയായി ഫാത്തിമ തഹ്ലിയ, അതുപോലെ തന്നെ ഷിബു മീരാനും, പിന്നെ നമ്മുടെ മുൻ MLA ശബരിനാഥ്, 3 കൂടി ചേർന്നിട്ടുള്ള നല്ല 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 ഒരു സെഷനായിരുന്നു. അതിലൊന്നും ഇപ്പൊ അതിൽ വിഷയങ്ങൾ തിരഞ്ഞെടുത്തതിലോ അതല്ലെങ്കിൽ അതിന്റെ അവതരണത്തിലോ അതിന്റെ ഈ മൊത്തത്തിൽ ഒരു പുതുമ മാത്രമല്ല, നല്ല രീതിയിൽ ആവേശം പകരുന്ന
തൊഴിലാളി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ഗുണകരമായ രീതിയിലുള്ള ഒരു പൊതുസമ്മേളനം തന്നെയാണ് അവിടെ നടന്നത്. അപ്പോൾ അതിലൊന്നും ഒരു തർക്കവുമില്ല. പക്ഷേ ഈ സമ്മേളനം നടത്തി നമുക്ക് അതിൻ്റെ ഒരു നെറ്റ് റിസൾട്ട് നമുക്ക് ഉണ്ടാക്കേണ്ടതുണ്ട്. അതിന് നമുക്ക് ഇനിയുള്ള കാലം കൂടുതൽ തൊഴിൽ മേഖല, ഒരുപാട് പുതിയ തൊഴിൽ മേഖല കടന്നു വരും. ആ തൊഴിൽ മേഖലയിലേക്കൊക്കെ നമുക്ക് കടന്നു കയറേണ്ടത്. അപ്പോൾ ഗിഗ് വർക്കേഴ്സ് വലിയൊരു മേഖലയാണ്. അത് ഇനി അനിവാര്യമായിട്ടുള്ളൊരു സംവിധാനമാണ്. കാരണം ഇപ്പോൾ ഹോം ഡെലിവറിയാണ് ഇപ്പോൾ എല്ലാ മേഖലയിലും നടക്കുന്നത്. ഇനി വരും കാലം ഇപ്പോൾ ക്യാഷ്ലെസ് ഇടപാടാണ് ഇപ്പോൾ 90%. അപ്പോൾ പല ആളുകൾക്കും ഇപ്പോൾ നമ്മളൊരു കടയിൽ പോയി പൈസ കൊടുത്താൽ തന്നെ പറയും അവർ ഗൂഗിൾ പേ ഫോൺ പേ. അപ്പോൾ ആ രീതിയിൽ ഓൺലൈൻ മണി ട്രാൻസ്ഫർ സംവിധാനം വരികയും അതുപോലെ തന്നെ ഇത്തരം ഹോം ഡെലിവറി സംവിധാനം, ഓൺലൈൻ പർച്ചേസിങ്, ഇതൊക്കെ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അത്തരം മേഖലയിലുള്ള ആളുകളെ സംഘടിപ്പിക്കുക എന്നുള്ളത് തൊഴിലാളി സംഘടനയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നിലനിൽപ്പിനും മുന്നോട്ടുള്ള പ്രയാണത്തിനും അനിവാര്യമാണ്. കാലാനുസൃതമായി ഇപ്പൊ അങ്ങനെയുള്ള മാറ്റം വന്നത് പല പരമ്പരാഗത തൊഴിലുകൾ ഇല്ലാതെയാവുകയും പുതിയ തൊഴിൽ മേഖലകൾ വളർന്നു വരികയും ചെയ്ത ഒരു കാലഘട്ടമാണ്. ഇനിയിപ്പോൾ AI മേഖലയിലേക്കൊക്കെ നമുക്ക് കയറേണ്ടി വരും കാലത്തിനനുസരിച്ച്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ കുറെ കൂടി പിന്നെ മുൻധാരണയോട് കൂടി പോകേണ്ടത് നമുക്ക് ഈ കാലഘട്ടത്തിൽ അനിവാര്യമാണ്. അതിന് കുറെ കൂടി പ്രൊഫഷണലായിട്ടുള്ള ഒരു ട്രേഡ് യൂണിയൻ സംവിധാനം നമുക്ക് കെട്ടിപ്പടുക്കേണ്ടതുണ്ട്. ആ രീതിയിലേക്ക് വന്നാലേ, കാരണം എന്താ പറയുക, മുമ്പത്തെ പോലെ ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഒരു പാർട്ട് ടൈമായിട്ട് പോയാൽ എവിടെ എത്തില്ല. കാരണം ഒരു 10 തൊഴിലാളികളെ മാനേജ് ചെയ്യാനും 1000 തൊഴിലാളികളെ മാനേജ് ചെയ്യാനും വലിയ റിസ്ക്കാണ്. വ്യത്യാസം. കാരണം അവരുടെയൊക്കെ അവകാശങ്ങളൊന്നാണ്, ആനുകൂല്യങ്ങളൊന്നാണ്, അവരോട് പറയാനുള്ള കാര്യങ്ങളൊന്നാണ്, അതേപോലെ തന്നെ അവരെ നയിക്കാനുള്ള രീതി ഒന്നാണ്, എല്ലാമാണ്. അപ്പോൾ ഇത് നിരന്തരമായി യോഗങ്ങൾ ചേരുകയും തൊഴിലാളികളുടെ ഇടയിൽ നിരന്തരമായി ബന്ധം സ്ഥാപിക്കുകയും ചെയ്താൽ മാത്രമേ ഒരു തൊഴിലാളി പ്രസ്ഥാനം ഇനിയുള്ള കാലം പിടിച്ചു നിന്ന് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ഇടതുപക്ഷ ട്രേഡ് യൂണിയനുകൾക്കുണ്ടായ അപചയം അത് അതിൻ്റെ ഒരു ഭാഗമാണ്. കാരണം ഇപ്പോൾ ഒക്കെ ലീഡർഷിപ്പിലുള്ള ആളുകളുള്ളൂ. അടിത്തട്ടിൽ തൊഴിലാളികളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ട്രേഡ് യൂണിയൻ പ്രവർത്തകർ ഇടതുപക്ഷ സംഘടനകളിൽ കുറഞ്ഞു വരണം. അതിൻ്റെ ഒരു പരാജയമാണ് ഇപ്പോൾ അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ആധുനിക കാലഘട്ടത്തിൽ അവർ ഈ മാറ്റങ്ങൾ ഉൾക്കൊള്ളുകയും ആ മാറ്റത്തിൻ്റെ ഭാഗമായി ഒരു തൊഴിലാളി പ്രസ്ഥാനം എന്നുള്ള ഘടനയിൽ നിന്ന് അവർ മാറിപ്പോവുകയും ചെയ്തു. പിന്നെ ഈ ഭരണപക്ഷത്തായിരിക്കുമ്പോൾ ഒരു 10 വർഷത്തെ ഭരണത്തായിരിക്കുമ്പോൾ സമരങ്ങൾക്കൊന്നും വല്ലാതെ രംഗത്ത് വരാൻ അതെല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. അതായത് ഭരണത്തിലിരിക്കുമ്പോൾ DMS ഭരണവും സമരവും എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ഈ കാലഘട്ടത്തിൽ അതിന് അവർക്ക് സാധിക്കില്ല. അത് ഈ ഭരണത്തിലിരിക്കുന്ന ഒരു കാലഘട്ടത്തിലും സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ ഒഴികെ വേറൊരു സംഘടനകൾക്കും അതാത് ഗവൺമെന്റിനെതിരെ സമരം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കാരണം കേന്ദ്ര ഗവൺമെന്റ് ഭരിക്കുന്നത് BJP ആണ്. BMS സംഘടന ഒരു കാലത്തും ഈ പിന്നെ സംയുക്തമായി സഹകരിച്ചില്ല. കേന്ദ്ര ഗവൺമെന്റ് സമരം ചെയ്തിട്ടില്ല. ഇനിയിപ്പോ UPA ഗവൺമെന്റ് ഇരിക്കുന്ന കാലത്തും INTUC നിലപാട് ചെയ്യുന്നു. അന്ന് സംയുക്ത സമരത്തിൽ BMS ഉണ്ട്, INTUC ഇല്ല. കാരണം INTUC അന്ന് കേന്ദ്രത്തിൽ ഭരണത്തിലാണ്, കോൺഗ്രസ് ഉണ്ടായിട്ടില്ല. പക്ഷെ അന്നും എന്നും സംയുക്ത ട്രേഡ് യൂണിയന്റെ ഭാഗമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിലും സംസ്ഥാന ഗവൺമെന്റ് ആണെങ്കിലും തൊഴിലാളികൾക്കെതിരെ വരുന്ന ഏത് നിയമങ്ങൾക്കെതിരെയും തൊഴിലാളി വിരുദ്ധ നിലപാടുകൾ എവിടെ കണ്ടാലും അതിന് പ്രതികരിക്കാൻ ഒന്നും തടസ്സമില്ലാതെ പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ള സ്വതന്ത്ര തൊഴിലാളി യൂണിയനാണ്. തീർച്ചയായിട്ടും അതിൽ യാതൊരു തർക്കമല്ല. അപ്പൊ ആ രീതിയിൽ അങ്ങനെ ഈ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി നിന്ന് പോയാൽ തൊഴിലാളി മേഖലയിൽ മുന്നോട്ട് പോകില്ല. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ INTUC ഒക്കെ വളരെ പിന്നോക്കം പോയത്. അപ്പൊ CIT പിന്നോക്കം പോയി. BMS ഇപ്പൊ ഭരണത്തിന്റെ സ്വാധീനത്തിൽ വലിയ തൊഴിലാളി സംഘടനയായി നിൽക്കുന്നുണ്ടോ? പേരുള്ളൂ. പക്ഷെ എവിടെയാണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും BMSന്റെ ഒരു സമരം കാണാറുണ്ട്? എന്തെങ്കിലും ഒരു പരിപാടി കാണാറുണ്ട്? അപ്പൊ സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിനനുസൃതമായി കാലഘട്ടത്തിന്റെ ഒപ്പം സഞ്ചരിക്കുന്ന ഒരു തൊഴിലാളി പ്രസ്ഥാനമായിട്ടാണ് ഇന്ന് രാജ്യത്ത് പ്രവർത്തിച്ചു വരുന്നത്. സംസ്ഥാനത്ത് മാത്രമല്ല, അഖിലേന്ത്യാ തലത്തിലും ഇപ്പോൾ സ്വതന്ത്ര തൊഴിലാളി യൂണിയന്റെ പ്രവർത്തനം വ്യാപിച്ചു വരികയാണ്. പല സമരങ്ങളും അതിന്റെ ഭാഗമായിട്ട് ഡൽഹിയിലും
നടത്തിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പല നേട്ടങ്ങളും തൊഴിലാളി മേഖലക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പല ചർച്ചകളിലും ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് നടത്തിയ പല തൊഴിലാളികളുടെ ചർച്ചയിലും അതിന് ഉപോത്പകരമായിട്ടുള്ള സംഭവം ഉണ്ടാക്കിയിട്ടുള്ളത് എസ് ടി ആണ്. എസ് ടിയുടെ മെമ്മോറാണ്ടത്തിൻ്റെയും ഇടപെടലിൻ്റെയും ഭാഗമായിട്ടാണ് പല ചർച്ചകളും നടക്കുകയും അതിൻ്റെ തീരുമാനങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ തൊഴിലാളി മേഖലയിൽ ഒരു നിർണായകമായ ശക്തിയായി, നിർണായകമായ ഘടകമായി കേരളത്തിൽ ഈ കാലഘട്ടത്തിൽ മാറാൻ സ്വന്തം തൊഴിലാളികളെ കഴിയും. അത് കൂടുതൽ ശക്തമായി ഈ സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് ഇനി മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകും. അതിന് അർഹമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സ്വന്തം തൊഴിലാളി യൂണിയനുകൾ ഉണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇതിന് വളരെ ശക്തമായ രീതിയിൽ തുല്യതയില്ലാത്ത നേതൃത്വം നൽകിയ സംസ്ഥാന കമ്മിറ്റി ഇതിനെ അഭിനന്ദിക്കാതിരിക്കാൻ നിർവാഹമല്ല. അതോടൊപ്പം തന്നെ അതിന് നേതൃത്വപരമായി പങ്കുവഹിച്ച് ഒരുപാട് സ്ട്രെയിൻ എടുത്ത് ഈ സമ്മേളനത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നടത്തിയ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് റഹ്മത്തുള്ള സാഹിബ്, അദ്ദേഹത്തെ അതിന് തുല്യമായി നിന്നുകൊണ്ട് അതിനുവേണ്ടി പ്രവർത്തിച്ച നിർമ്മാണ തൊഴിലാളികളുടെ സംസ്ഥാന പ്രസിഡന്റ്, എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ KP മുഹമ്മദ് സാഹിബിനെയൊക്കെ ഈ ഘട്ടത്തിൽ നമ്മൾ സ്മരിക്കാതെ പോകുന്നത് വലിയ തെറ്റായിരിക്കട്ടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഈ ഭാവിയിലും ഈ സംഘടനയെ, കരുത്തുറ്റ സംഘടനയെ നേതൃത്വം നൽകാൻ അവർക്ക് കഴിയുമാറാകട്ടെ. അതോടൊപ്പം തന്നെ അവരുടെ കൂടെ ഒരു എളിയ പ്രവർത്തനം എന്നുള്ളവർക്ക് ഇതിനൊക്കെ പങ്കാളിത്തം വഹിക്കാനും അതിന് നേതൃത്വമായി പങ്കുവഹിക്കാനും അതിൻ്റെ ഒരു ഫെഡറേഷൻ എന്ന നിലയ്ക്ക് നിർമ്മാണ തൊഴിലാളി ഫെഡറേഷൻ്റെ അർഹമായ പങ്കാളിത്തവും പ്രാതിനിധ്യവും ഒക്കെ ഉറപ്പുവരുത്താൻ സാധിച്ചു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ മുഹൂർത്തങ്ങളാണ്. എന്തായാലും ഒട്ടേറെ ഞാൻ ഈ സ്വതന്ത്ര തൊഴിലാളി യൂണിയനിൽ വന്നതിന് ശേഷം, പ്രവർത്തനം തുടങ്ങിയതിന് ശേഷം യൂണിറ്റ് തലം മുതൽ ഫെഡറേഷൻ്റെ സംസ്ഥാന തലം വരെയുള്ള സമ്മേളനങ്ങൾ ഞാൻ നടത്തിയിട്ടുണ്ട്. സ്വതന്ത്ര തൊഴിലാളികളുടെ ജില്ലാ സമ്മേളനവും നടത്തി. എന്നാൽ സ്വതന്ത്ര തൊഴിലാളികളുടെ സംസ്ഥാന സമ്മേളനത്തിന് നടത്തുന്നതിൽ ഒരു പങ്കാളിത്തം വഹിക്കാൻ സാധിച്ചു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൽ കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. കാരണം ഇനി ഒരു സമ്മേളനവും, ഇനി അഖിലേന്ത്യാ സമ്മേളനമാണ്, അത് ബാംഗ്ലൂരിൽ വെച്ച് നടന്നപ്പോൾ അതിൽ പങ്കെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. കോയമ്പത്തൂർ നടന്ന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ബാക്കിയില്ല. നേതൃത്വപരമായി പങ്കുവഹിക്കാൻ സംസ്ഥാനം വരെയുള്ള എല്ലാ സമ്മേളനങ്ങളും സാധിച്ചു എന്നുള്ളതും എന്നെ സംബന്ധിച്ചിടത്തോളം അഭിമാനപരമായ മുഹൂർത്തമാണ്. ഞാൻ വളരെയധികം അഭിമാനിക്കുകയും ചെയ്യും. അതേപോലെ തന്നെ ഈ സംഘടനയ്ക്ക് ഭാവിയിൽ ഇതിനേക്കാൾ കരുത്തുറ്റ രീതിയിൽ നേതൃത്വം നൽകാൻ നമ്മുടെ നിലവിലുള്ള സംസ്ഥാന പ്രസിഡന്റിനും ജനറൽ സെക്രട്ടറിക്കും നിലവിലുള്ള കമ്മിറ്റിക്കും കഴിയുമാറാകട്ടെ. അവരുടെ കൂടെ ഒരു വലിയ പ്രവർത്തനമായി തുടരാൻ എനിക്ക് സാധിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥന മാത്രമാണ് എനിക്ക് ഈ കാലഘട്ടത്തിലുള്ളത്. എന്തായാലും ഒരു സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ പ്രവർത്തകനായി മാറിയതിൽ അതിൻ്റെ പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞതിലും എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനമാണ്. അത് ഞാൻ എന്നും അഭിമാനിക്കുകയും അതിൽ വളരെയധികം സന്തോഷിക്കുകയും ചെയ്യുന്നു എന്ന കാര്യം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ഏതായാലും ഇന്നത്തെ ചർച്ച വളരെ ഗംഭീരമായി എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കേണ്ടത്. ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൃത്യമായി തന്നെ മുസ്ലിം ലീഗ് പാർട്ടിക്ക് ഒരു മൈലേജ് ഉണ്ടാക്കുന്നത് പറയാം. ഒരു യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു യൂണിറ്റിൽ ഏതൊക്കെ കാറ്റഗറി വിഭാഗമുണ്ടോ, ചുരുങ്ങിയത് 5-6 കാറ്റഗറി വിഭാഗമുണ്ടാവും. അപ്പോൾ ഒരു യൂണിറ്റിൻ്റെ പേര് നമ്മൾ പറയുമ്പോൾ 5-6-7 കാറ്റഗറി വിഭാഗങ്ങളുണ്ടാവും. ആ യൂണിറ്റ് എന്ന് പറയുമ്പോൾ അപ്പോൾ നാടിൽ കൃത്യമായി ഓരോ വിഭാഗങ്ങളെ ആളുകളെ അതിൽ ഏകോപിപ്പിച്ചുകൊണ്ട് ഈ ഒരു യൂണിറ്റ് തലം മുതൽ യൂണിറ്റ്, ജില്ലാ, സ്റ്റേറ്റ് തലം വരെയുള്ള ഈ ഒരു പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുന്നതിൽ ഈ ഒരു സമ്മേളനവുമായി ബന്ധപ്പെട്ട് നല്ലൊരു ഇളക്കം നടത്താൻ സംസ്ഥാനത്ത് ഉടനീളം ഈ സമ്മേളനം കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ് നാസർ സാഹിബ് പറഞ്ഞതിൻ്റെ ചുരുക്കം. ഏതായാലും രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട്, സമ്മേളനവുമായി ബന്ധപ്പെട്ട്, സംഘടനയുമായി ബന്ധപ്പെട്ട്, സ്ത്രീ തൊഴിലാളികളുടെ പങ്കാളിത്തവുമായി ബന്ധപ്പെട്ട് എല്ലാ മേഖലയിലും കടന്നു ചെന്നുകൊണ്ട് അദ്ദേഹം അതേ പോയിന്റുകളൊക്കെ കൃത്യമായി ഇന്നത്തെ ചർച്ചയിൽ കൊണ്ടുവന്നു എന്നുള്ളതും സംഘടനാ തലത്തിൽ കൃത്യമായി ഞങ്ങളുടെയൊക്കെ ഒരു മുന്നിൽ നിൽക്കുന്ന ഒരു നേതാവ്, ഞങ്ങളുടെ റോൾ മോഡൽ എന്നുള്ള നിലക്കൊക്കെ കൃത്യമായി ഞങ്ങൾക്കൊക്കെ അതിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും ഉതകുന്ന രീതിയിൽ നിയോജക മണ്ഡലത്തിൽ ഒരുമിച്ച് പ്രവർത്തനത്തിൽ പങ്കാളികളാകാനൊക്കെ സാധിച്ചതിൽ 3 പതിറ്റാണ്ടോളമായി നമ്മളൊക്കെ സന്തുഷ്ടരാണ്. ഏതായാലും അതിൻ്റെയൊക്കെ അർഹമായ അംഗീകാരമൊക്കെ നമുക്ക് ലഭിക്കാനൊക്കെ അദ്ദേഹത്തിൻ്റെ കൃത്യമായ പങ്കാളിത്തവും അദ്ദേഹത്തിൻ്റെ പിന്തുണയും നമുക്കുണ്ടായിട്ടുണ്ട്. വരാൻ പോകുന്ന നാളുകളിലൊക്കെ അതൊക്കെ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി തന്നെ ഇതൊരു
പ്ലാറ്റ്ഫോം എന്നുള്ള നിലക്ക് പോഷക ഘടകങ്ങൾ എന്നുള്ള നിലക്ക് STU നടത്തിയ പരിപാടി സംസ്ഥാന പ്രസിഡന്റ് സ്വാധിക്കൽ ശിഹാബ് തങ്ങളടക്കം എടുത്തു പറഞ്ഞ ഒരു വിഷയമാണ്. ഏതായാലും ആ ഒരു സമ്മേളനം നടത്തുന്നു എന്നൊരു സന്തോഷം ഏതായാലും പാർട്ടിക്കും സംഘടനക്കും നല്ലൊരു പ്ലസ് പോയിന്റായി എന്നും നിലനിൽക്കട്ടെ. ഭാവിയിൽ അതൊരു ഗുണമായി ഇരിക്കട്ടെ എന്ന് കൂടി സമയത്ത് ഓർത്തിക്കൊണ്ട് ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുത്ത് വെച്ച പ്രിയപ്പെട്ട നാസർ സാഹിബിന് ഹൃദയംഗമായ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. JST. ഞാൻ ഇരുന്ന് ഉറങ്ങിയത്